ചേലാമറ്റം മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവ ആഘോഷം സെപ്റ്റംബർ 8-ന് ആരംഭിക്കും. സെപ്റ്റംബർ 8 ഞായറാഴ്ച കൊടികയറി സെപ്റ്റംബർ 15 ആറാട്ടോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കും. മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവ ബലിദർശനം വളരെയേറെ വിശേഷപ്പെട്ടതും സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ളതാണ്. ദക്ഷിണകാശി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഏകദേശം 200 മീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാതമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രം. ഏകദേശം 1200-ലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കണക്കാക്കുന്നത്. ശങ്കരാചാര്യർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് തോണി കടത്തുന്നതിന് ഉപനിച്ചുണ്ണിയുടെ വേഷത്തിൽ വാമനമൂർത്തി എത്തിച്ചേർന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട് ഈ വാമനമൂർത്തി ക്ഷേത്രത്തിന്. ഏകദേശം ഒരാൾ ഉയരത്തിലുള്ള വിഗ്രഹമാണ് വാമനമൂർത്തിയുടേതായിട്ട് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾ ചിങ്ങമാസത്തിൽ തിരുവോണം ആറാട്ടിനാണ് നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ തിരുവുത്സവം സെപ്റ്റംബർ 8 ഞായറാഴ്ച കൊടികയറി 9-ാം തീയതി ഉത്സവബലി, അതുപോലെ തന്നെ 14-ാം തീയതി ഉത്രാട സദ്യ, വലിയ വിളക്ക്, അതേപോലെ മറ്റു ക്ഷേത്ര പരിപാടികൾ, ക്ഷേത്രത്തിനകത്തുള്ള പരിപാടികളാണ്. കലാപരിപാടികൾ ഈ ക്ഷേത്രത്തിൽ വളരെ കുറച്ചാണ് നടത്താറുള്ളൂ. അങ്ങനെയുള്ള വിപുലമായ ക്ഷേത്രത്തിനകത്തുള്ള പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 പദ്ധതി ക്ഷേത്രങ്ങളിൽപ്പെട്ട ക്ഷേത്രമായതിനാൽ അവിടെ ഉത്സവബലി ഇല്ല. എന്നാൽ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവബലി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുത്തെ വാമനമൂർത്തിയുടെ പ്രധാന വഴിപാട് നാഴിയും പിടിയും ആണ്. ഒരു നാഴി അരിയും പിടി അരിയുമാണ് അതിൻ്റെ നിവേദ്യം. വാമനമൂർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണത്. അതുകൂടാതെ ഈ ശ്രീകോവിലുള്ള ഒരു അദൃശ്യ സാന്നിധ്യത്തിനുള്ള നെയ്വിളക്കും ആണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിൽ എണ്ണത്തിൽ വളരെ കുറവാണ്. ആയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഇവിടെയും എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവത്തിനാണെങ്കിലും ഉത്രാട സദ്യയ്ക്കാണെങ്കിലും വളരെയധികം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു.